Hi dear friends, Assalamualaikum, Namaskaram. Welcome back to Shikascafe. ഇന്ന് നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കോഴിക്കോട് സ്റ്റൈലിലുള്ള ബീഫ് ദം ബിരിയാണിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമന്റിലൂടെ അറിയിക്കണം. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് മോളായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കമന്റിലൂടെ അറിയാൻ സാധിച്ചു. കമന്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. മോൾക്കും തന്നെ നല്ല സന്തോഷമായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കമന്റ്സ് വന്നിട്ട്. ഇതുപോലെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബീഫ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ ബീഫ് ഒരല്പം നെയ്യോട് കൂടി എടുക്കുന്നതാണ് നല്ലത്. അപ്പോഴായിരിക്കും ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ബീഫിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് വലിയ പീസാക്കിയാണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ബീഫ് നമുക്കൊന്ന് മസാല തേച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. നിങ്ങൾക്ക് അങ്ങനെ അടിയിൽ പിടിക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 1 വിസിലും അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നാല് വിസിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രഷറിൽ കടന്നിട്ട് തന്നെ ബീഫ് ഒന്നും കൂടി കുക്കായിട്ട് വരും. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലിലാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ 1/2 കപ്പ് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുന്തിരി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇവിടെ മുന്തിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ 2 മീഡിയം സൈസിലുള്ള സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പക്ഷേ അത് തണുത്തതിന് ശേഷം അത് കുഴഞ്ഞു പോവും. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ടിരിക്കും. സവാളൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെമ്പ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ സെയിം ഓയിൽ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരണം. നന്നായി വഴന്നാൽ മാത്രമേ നമ്മുടെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടും. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ഇഞ്ചി, 1/2 കപ്പ് വെളുത്തുള്ളി, ഒരു 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചാണ്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം.
തക്കാളിയൊക്കെ ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തക്കാളി വഴന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാതും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കൈപ്പിടി മല്ലിയില അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല റെഡിയായി വരുന്ന ടൈം കൊണ്ട് ബീഫ് കുക്കായിട്ടുണ്ടോ നോക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, കറക്റ്റ് വേവാണ്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ബീഫ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് കുക്കായിട്ട് വരുമ്പോഴുള്ള വെള്ളം ഒഴിവാക്കരുത് കേട്ടോ. ആ വെള്ളം ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴായിരിക്കും നമ്മുടെ ബീഫ് മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു മസാലയും ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മസാല ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ബിരിയാണിക്കല്ലാതെ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല. ബീഫ് മസാല റെഡിയായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കിയെടുക്കുക. ഞാനിവിടെ ബർദ്മാൻ റോസിൻ്റെ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 1.25 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 ഏലക്കായ, 4 പീസ് പട്ട, ഒരു 6 ഗ്രാമ്പു, ഒരു 2 തക്കോലം, ഒരു 2 ബേ ലീഫ് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് നെയ്യിൽ കിടന്നിട്ട് ഒന്ന് മൂത്തിട്ട് വരണം. സ്പൈസസ് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാളൻ്റെ പകുതി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരണം. അപ്പോഴായിരിക്കും നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സവാള ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ദം ചെയ്യുമ്പോൾ റൈസ് ഒന്നും കൂടി കുക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അത് ഈ അരി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. റൈസൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അരിയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് മസാലയും കൂടെ ചേർത്തതൊന്ന് ദം ചെയ്തെടുക്കാം. ബീഫും മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബീഫ് വേവിച്ചപ്പോഴും 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ബീഫ് മസാല നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ ഫ്രൈ പാന് സ്റ്റൗവിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ടാണ് നമ്മുടെ മസാല വെച്ചിട്ടുള്ള ചെമ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റൈസ് 2 ലെയറായിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ച റൈസിൻ്റെ പകുതി ഭാഗം ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാല, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു അലുമിനിയം ഫോയിൽ വെച്ചാണ്ട് കവർ ചെയ്ത് കൊടുക്കുക. അലുമിനിയം ഫോയിലിന് പകരം നിങ്ങൾക്ക് വാഴയില ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. വാഴയില വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദം ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അലുമിനിയം ഫോയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് അടപ്പും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കുക. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും നല്ല അടിപൊളി മണമാണ് ഈ ഒരു ബിരിയാണിക്ക്. ദം ഒട്ടിക്കുമ്പോൾ നല്ലൊരു അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസൊക്കെ കറക്റ്റ് വേവാണ്, ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അപ്പോൾ റൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ ഈ റൈസ് വേറെയും മസാല വേറെയും ആയിട്ടാണ് മാറ്റി വെക്കുന്നത്. മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാനിവിടെ മസാലേൻ്റെ മുകളിലായിട്ട് റൈസ് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീഫ് ബിരിയാണി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ബീഫ് മസാല അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബീഫ് മസാലയിൽ ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കുടുക്കാച്ചി ബിരിയാണി തയ്യാറാക്കാം. ഈ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്